അദ്ദേഹത്തിൻ്റെ ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റ് UDF ജയിച്ചിരിക്കുന്നു. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു വിഷമവുമില്ല. പണ്ട് ഒരു സീറ്റൊക്കെ കഷ്ടിച്ച് 5 സീറ്റാണ് സ്വന്തം ജില്ലയിൽ പോയത്. പോകുന്നതിനോട് കാര്യം മനസ്സിലാക്കണം, വായടയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ CH കണാരൻ്റെയും AKGയുടെ EMSൻ്റെ കാലത്ത് പാർട്ടി വന്ന ആളാണ്. ഗോവിന്ദനൊന്നും അന്ന് പാർട്ടിയിലില്ല, വളരെ ജൂനിയറാണ്. ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു. അവസാനം കൊത്തി പുറത്ത് കയറി കൊത്തുകാണും. ഒരു കാര്യമില്ല എന്നെ പറ്റി പറയാൻ. കോൺഗ്രസിൻ്റെ ചളിക്കുണ്ടിൽ വീണമെന്ന് വേറൊരു പോൾ പറഞ്ഞു. ഞാനൊരു ചളിക്കുണ്ടിലും വീണില്ല, ഞാനൊരിടത്തും പോയില്ല. കോൺഗ്രസ് ചളിക്കുണ്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും DMK അടങ്ങുന്ന മുന്നണിയിലല്ലേ CPM ഉം CPI-യും 4 പാർലമെന്റ് സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെ അല്ലേ? ഞാൻ LDF-ലും ഇല്ല, UDF-ലും ഇല്ല. പക്ഷേ മുഖ്യമന്ത്രി സതീശന്റെ നല്ല കാര്യങ്ങൾക്ക് ഞാൻ നിയമസഭയിൽ വോട്ട് ചെയ്യും. ഗോവിന്ദന്റെ പാർട്ടിക്ക് അവിടെ ശക്തമായ പ്രതിപക്ഷമില്ല. ഗോവിന്ദനെ CPM-നെ നയിക്കാൻ CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കെൽപ്പില്ല, ആശയപരമായ അറിവില്ല. അദ്ദേഹം ഒരധികപ്പറ്റാണ് കേരള രാഷ്ട്രീയത്തിൽ. CPM-ൻ്റെ ഏറ്റവും ആദർശശുദ്ധിയുള്ള നേതാവായിരുന്നു G. സുധാകരൻ. എന്നാൽ അഴിമതിയുടെ കാര്യത്തിലും പാർട്ടി പ്രത്യയശാസ്ത്രത്തിൻ്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത G. സുധാകരനെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പാർട്ടി പാടെ അവഗണിക്കുകയും വെട്ടിനിരത്തുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഈ സമീപനങ്ങളിൽ പ്രകോപിതനായി പാർട്ടിയെ രക്ഷിക്കുവാൻ കൂടി വേണ്ടിയാണ് G. സുധാകരൻ സ്വതന്ത്രനായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയതും UDF-ൻ്റെ പിന്തുണ നേടി മത്സരിച്ച് വിജയിച്ച് നിയമസഭയിൽ എത്തിയത്. ഏതൊക്കെയാണെങ്കിലും ഈ G. സുധാകരനെ വർഗവഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ രംഗത്തെത്തിയത് അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു. MV ഗോവിന്ദനും മറുപടിയായി ഇന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ G. സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ MV ഗോവിന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ MV ഗോവിന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ എല്ലാ ക്രെഡിബിലിറ്റിയെയും തകർക്കുന്നതാണ്. MV ഗോവിന്ദൻ എന്ന നേതാവിന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കുവാൻ യാതൊരുവിധ അർഹതയുമില്ല എന്നും നാണമുണ്ടെങ്കിൽ ഗോവിന്ദൻ രാജിവെച്ചു പോകേണ്ടതാണെന്നും കാര്യകാരണ സഹിതം തൻ്റെ ചുരുങ്ങിയ പ്രതികരണത്തിനുള്ളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും G. സുധാകരന് സാധിച്ചു. അക്ഷരാർത്ഥത്തിൽ MV ഗോവിന്ദനെ നിലംപരിശാക്കുന്ന പ്രതികരണങ്ങളായിരുന്നു ഇന്ന് സീനിയർ നേതാവായിട്ടുള്ള മുതിർന്ന MLA ആയിട്ടുള്ള G. സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. MV ഗോവിന്ദൻ എന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെ വർഗവഞ്ചകനാകുന്നുവെന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, ഏറ്റവും ലളിതമായ വാക്കുകളിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുകയും ചെയ്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം വർഗം എന്ന് പറയുന്നത് തൊഴിലാളി വർഗവും കർഷക വർഗവുമാണെന്നും അവർക്ക് എതിരെ നിൽക്കുന്ന ജന്മികളുടെയും കുത്തകകളുടെയും വക്താവായി ഗോവിന്ദൻ മാറിയതോടെ ഗോവിന്ദനാണ് യഥാർത്ഥ വർഗവഞ്ചകനെന്നും G. സുധാകരൻ വളരെ അനായാസേനയാണ് സമർത്ഥിച്ചത്. അതുപോലെ തന്നെ പാർട്ടിയുടെ താത്വികാചാര്യനായിട്ടുള്ള MV ഗോവിന്ദൻ അത്തരത്തിൽ യാതൊരു കാമ്പുമില്ലാത്ത വ്യക്തിയാണെന്നും മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു പരിവേഷത്തിലേക്ക് ഉയർത്തിയതെന്നും അയാൾ പറയുന്ന ഭാഷ മലയാളമാണോ എന്നും ഏതെങ്കിലും മലയാളിക്ക് മനസ്സിലാകുമോ എന്നും G. സുധാകരൻ എന്ന നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിക്കുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനെ നിലംപരിശാക്കുന്ന G. സുധാകരൻ്റെ ആ വൈറൽ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. MV ഗോവിന്ദൻ എൻ്റെ പേര് പറയേണ്ട യാതൊരു സാഹചര്യമില്ല. പാർട്ടിയിലേക്ക് തിരികെ എടുക്കണം എന്ന് MV പറഞ്ഞത് വേറെ 2 പേരെ പറ്റിയാണ്, കുഞ്ഞിക്കണ്ണനെയും പിന്നെ ഗോവിന്ദനെ പറ്റി. എന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പേര് പറയേണ്ട യാതൊരു കാര്യവും ഗോവിന്ദനില്ല. അപ്പോൾ ഗോവിന്ദൻ്റെ എന്താ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള വകതിരിവുകേടാണോ? ഞാൻ അയാളെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഗോവിന്ദൻ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. വർഗം എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. ഞാനിതൊക്കെ വിശദീകരിച്ചു. ഞാൻ യോഗങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് വർഗം, എന്താണ് വർഗവഞ്ചകൻ. ഗോവിന്ദൻ ഇതൊന്നും അറിയില്ല. വലിയ സൈദ്ധാന്തികനാണെന്ന് നിങ്ങൾ പത്രക്കാർ കൊടുത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ലേബൽ കൊടുക്കുക. ഒരു സൈദ്ധാന്തികനും അറിയത്തില്ലല്ലോ, അല്ലെ ഇത് പറയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഒന്നിൽ ഒഴിയണം, അല്ലെ പാർട്ടി അയാളെ പുറത്താക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റ് UDF ജയിച്ചിരിക്കുന്നു. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു വിഷമവുമില്ല. പണ്ട് ഒരു സീറ്റൊക്കെ കഷ്ടിച്ച് 5 സീറ്റാണ് സ്വന്തം ജില്ലയിൽ പോയത്. അപ്പോൾ തൊഴിലാളി വർഗത്തെയും കർഷക വർഗം, ഇതാണ് വർഗങ്ങൾ. ഞങ്ങളുടെ വർഗങ്ങൾ തൊഴിലാളി വർഗവും കൃഷിക്കാരുമാണ്. ബൂർഷാ വർഗത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ മുതലാളി വർഗത്തിന് സന്തോഷമുണ്ടാക്കി സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തുന്ന
ആളാണ് വർഗത്തെ വഞ്ചിക്കുന്നതെങ്കിൽ ഗോവിന്ദനാണ് വർഗം വെച്ചത്. സൈദ്ധാന്തികമായി ഗോവിന്ദനാണ് വർഗം വെച്ചത്. പ്രായോഗികമായി ഗോവിന്ദനാണ് വർഗം വെച്ചത്. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു. ഞാൻ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടതല്ല, ഞാൻ രാജിവെച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നപ്പോൾ അത് വർഗവഞ്ചനയാവുന്നത് എങ്ങനെ? അതെങ്ങനെ? പാർട്ടി ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് മെമ്പർമാർക്ക് രാജിവെക്കാം. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാണെങ്കിൽ പുറത്താക്കും. രാഷ്ട്രീയ കാരണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പുതുക്കാതെ മാറിയത് ഒത്തിരി കാലം കഴിഞ്ഞാലേ ഇതൊക്കെ വെളി വന്നത്. അപ്പോൾ പാർട്ടി ഭരണഘടനയിൽ തന്നെ ഒരു മെമ്പർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ രാജിവെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകും. രാജി അംഗീകരിക്കില്ല. ഞാൻ സ്വയം മാറിയതാണ്. പാർട്ടിയെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ രാജ്യം പോയി ഇതെന്ന് പറഞ്ഞതാണ്. അവരെല്ലാം അംഗീകരിച്ചതാണ്. അപ്പോൾ വർഗവഞ്ചകൻ ഗോവിന്ദനല്ലേ? പാർട്ടി ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളല്ലേ വർഗവഞ്ചകൻ? നാണമില്ല അയാൾക്ക് ആ സീറ്റിലിരിക്കാൻ. എന്താണ് അദ്ദേഹം പറയുന്ന പോലെ തിരിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾക്ക് തിരിയുമോ? മലയാള ഭാഷയിൽ തെറ്റില്ലാതെ പറയാൻ അറിയാമോ? കോടാനുകോടി വരുന്ന ഈ നാട്ടിലെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കാൻ ഈ സെക്രട്ടറി കൊള്ളാവോ? ഗോവിന്ദനോട് കാര്യം വായടയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ CH കടാരൻ്റെയും AKGയുടെ EMSൻ്റെയും കാലത്ത് പാർട്ടി വന്ന ആളാണ്. ഗോവിന്ദനൊന്നും അന്ന് പാർട്ടിയിലില്ല, വളരെ ജൂനിയറാണ്. ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു. അവസാനം കൊത്തി പുറത്ത് കയറി കൊത്തുകയാണ്. ഒരു കാര്യമില്ല എന്നെപ്പറ്റി പറയാൻ. ഞാൻ വർഗവഞ്ചകനാണ്, നിങ്ങളാണ് വർഗവഞ്ചകൻ. കോൺഗ്രസിൻ്റെ ചളിക്കുണ്ടിൽ വീണമെന്ന് വേറൊരു പോയിന്റ് പറഞ്ഞു. ഞാനൊരു ചളിക്കുണ്ടിലും വീണില്ല, ഞാനൊരിടത്തും പോയില്ല. കോൺഗ്രസ് ചളിക്കുണ്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും DMK അടങ്ങുന്ന മുന്നണിയിലല്ലേ CPM-ഉം CPI-യും 4 പാർലമെന്റ് സീറ്റ് കിട്ടത് കോൺഗ്രസിന്റെ പിന്തുണയോടെ അല്ലേ? രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ലേ? പറ. കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റാണ് കിട്ടിയത് സ്വന്തം ശക്തിയിൽ. അങ്ങനെ ഒറ്റ സീറ്റിലേക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ എത്തിച്ച ഈ ഗോവിന്ദന് നാണമില്ലേ സംസാരിക്കാൻ? ആ സ്ഥാനം രാജിവെച്ച് നോക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ മേലിൽ ഞാൻ കടക്കരുവിനെ പോലെ തൂങ്ങിക്കിടക്കുന്നത്? ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ LDF-ലും ഇല്ല, UDF-ലും ഇല്ല. പക്ഷേ മുഖ്യമന്ത്രി സതീശൻ്റെ നല്ല കാര്യങ്ങൾക്ക് ഞാൻ നിയമസഭയിൽ വോട്ട് ചെയ്യും. ഗോവിന്ദൻ്റെ പാർട്ടിക്ക് അവിടെ ശക്തമായ പ്രതിപക്ഷമില്ല. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലപ്പോഴേ വരുവുള്ളൂ സഭയിൽ. അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ അതിന് പകരം സംസാരിക്കേണ്ട ബാലഗോപാലൻ മുഖ്യമന്ത്രിയെ ശകാരിച്ച് സംസാരിക്കാൻ നിങ്ങൾ കേട്ടില്ലേ നിയമസഭയ്ക്കകത്ത്? മിസ്റ്റർ ഗോവിന്ദൻ, ഇതാണോ തൊഴിലാളി വർഗ സംസ്കാരം? ഇതാണോ കർഷക സംസ്കാരം? നിങ്ങളുടെ കൂട്ടുകാരും തൊഴിലാളി വർഗത്തെയും കൃഷിക്കാരെയും നിയമസഭയിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കീഴിൽ പഞ്ചായത്തിലെ സീറ്റ് ഒരുപാട് പോയി. നിങ്ങളുടെ കീഴിൽ ജില്ലാ പഞ്ചായത്തിൽ ആലപ്പുഴയിൽ 2 സീറ്റുണ്ടായിരുന്ന UDF-ന് ഇപ്പോൾ 8 സീറ്റായി. ബ്ലോക്കിൽ മഹാഭൂരിപക്ഷവും ആലപ്പുഴ UDF പിടിച്ചു. പാർലമെന്റിൽ അവർ ജയിച്ചു. അസംബ്ലിയിൽ 1 സീറ്റുണ്ടായിരുന്ന UDF-ന് ഇപ്പോൾ 6 സീറ്റുണ്ട്. നിങ്ങൾ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഗോവിന്ദനെ CPM-നെ നയിക്കാൻ CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കെൽപ്പില്ല, ആശയം അറിവില്ല. അദ്ദേഹം ഒരധികപ്പറ്റാണ് കേരള രാഷ്ട്രീയത്തിൽ. ഗോവിന്ദൻ കൂടുതൽ ഗുരുതരമായി തെറ്റ് ചെയ്യുകയാണ്. ഇയാൾ വിചാരിച്ചാൽ എങ്ങനെ ഞാൻ തെറ്റ് തിരുത്തുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെ വിചാരിച്ചാലേ തെറ്റ് തിരുത്തുന്നത്. കമ്മ്യൂണിസ്റ്റാണ്, കാരണം ഇങ്ങനെ സംസാരിക്കും എന്നെ പറ്റി. ഞാൻ അദ്ദേഹത്തെ വല്ലതും പറഞ്ഞു? കയറി അങ്ങ് ആളാവുകയാണ് കസേരയിരിക്കുന്നത്. AK സെന്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പണം പിരിച്ച് ഉണ്ടാക്കിയതാണ്. ഞങ്ങളും പണം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വയം തിരുത്താൻ കഴിയാത്തൊരു മനുഷ്യൻ, മറ്റുള്ളവരെ വെറുതെ ശകാരിക്കുന്ന ഒരു മനുഷ്യൻ, സെക്രട്ടറി ആയ ശേഷം പാർട്ടിക്ക് യാതൊരു എഴുന്നേറ്റവും ഉണ്ടാകാത്തൊരു മനുഷ്യൻ. ഇതാണോ പാർട്ടി സെക്രട്ടറി? കേരളം കൂടെ പോയാൽ തീർന്നല്ലേ? മറ്റെവിടെങ്കിലും ഇപ്പോൾ ഉണ്ടോ ഇത്? അപ്പോൾ ബേബിക്കൊക്കെ വിഷമം ഉണ്ടാകുന്നു. അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ, അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകും. എൻ്റെ അടുത്ത് വിഷമമൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടാകുമായിരിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. പിണറായിക്ക് പവറിനൊന്നും ഒരു കുറവില്ല. കേരളത്തിലെ മോസ്റ്റ് പവർഫുള്ളായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് സുഖമില്ല, ശാരീരിക പ്രശ്നങ്ങളുണ്ട്. സുഖമില്ലാതെ കിടപ്പില്ല, പ്രശ്നമുണ്ട്. ഈ ഗോവിന്ദനെ പോലുള്ളവരല്ലേ കൂടെ നിൽക്കുന്നത്. പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ഞങ്ങളുണ്ടായിരുന്നു പ്രൊട്ടക്ട് ചെയ്യാൻ. എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ? പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ഞാൻ, ശ്രീമതി ടീച്ചറെ, EP ജയരാജൻ, അങ്ങനെ എത്ര പേരാ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു? പറ, ആരുടെ പ്രൊട്ടക്ട് ചെയ്യാനിപ്പോൾ? കൂടെ ഉള്ളവരെ ചുമക്കേണ്ട ബാധ്യതയാണ് ഇപ്പോൾ പിണറായിക്ക് വന്നിരിക്കുന്നത്.